ബഹുമാനപ്പെട്ട അധ്യാപകരെയും പ്രത്യേകിച്ച് രാമകൃഷ്ണനെയും മുഴുവൻ സഹപാഠികളെയും ആദരവോടും ക്ഷണിക്കുന്നു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പരിശ്രമം ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ അഭ്യുന്നതിയിലേക്ക് എത്താൻ കഴിയും. നിങ്ങളുടെ അടുത്ത തലമുറയെയും അതേപോലെ ആ ഉന്നത ശ്രേണിയിൽ എത്തിക്കാൻ കഴിയും. അങ്ങനെ എല്ലാവർക്കും ആ ഉന്നത ശ്രേണിയിൽ എത്താനുള്ള അവസരം ഉണ്ടാകട്ടെ. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും അങ്ങനെ എത്താനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ വളരെ ഭംഗിയായി നടത്തുന്നതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ബഹുമാനിയായ അധ്യാപകരെ രാമകൃഷ്ണനെ ആദരിക്കും. നമുക്ക് ഭക്ഷണം പാചകം ചെയ്തു തന്ന രാമകൃഷ്ണൻ ചേട്ടനെ നമ്മൾ ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി രാമകൃഷ്ണൻ ചേട്ടനെ ക്ഷണിച്ചു കൊടുക്കുന്നു. അതിനെല്ലാ രീതിയിലുള്ള വളവോട്ട് ഇവിടം വരെ എത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സമതാണ്. സമത് നമ്മുടെ PTA പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും ചെയ്യാൻ പറ്റി. അപ്പൊ അദ്ദേഹത്തിന് ചെറിയൊരു ആദരം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നൽകുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സമതിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ അധ്യാപകരെയും ചേർന്ന് ക്ഷണിച്ചുകൊള്ളു. അപ്പൊ അധ്യാപകരെല്ലാവരും ചേർന്ന് സമതിന് ഒരു മൊമെന്റ് നൽകാനായിട്ട് ക്ഷണിക്കുകയാണ്. സാർമാർ അതുപോലെ നമ്മൾ ഈ പരിപാടി ഇത്രയും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആരംഭിച്ചത് പ്രസിഡന്റായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. രാമകൃഷ്ണൻ സാറ്, ആനന്ദി സാറ്, പിന്നെ നമ്മുടെ രാമകൃഷ്ണൻ രാമമാരിക പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ വയനാടിനെ കുറിച്ച് ഒരു മൗന പ്രാർത്ഥന നടത്തി. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്ക് ആദ്യം PSC കിട്ടിയത് വയനാട്ടിലാണ്. ഒരു വർഷം ഞാൻ വയനാട്ടിൽ വർക്ക് ചെയ്തു. പിന്നെ പിറ്റേ വർഷം കോഴിക്കോട് കണ്ടായി പോയി. അവിടെ നിന്ന് വീണ്ടും ഞാൻ എറണാകുളത്ത് അപ്ലൈ ചെയ്തു. എറണാകുളത്ത് വീണ്ടും PSC കിട്ടി. അങ്ങനെ ചെങ്ങമനാട് സ്കൂളിലാണ് ഇവിടെ ആദ്യം ജോലി ചെയ്തത്. 23 വർഷം ഞാൻ ചെങ്ങമനാട് സ്കൂളിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഹെഡ് മാസ്റ്ററായിട്ട് പ്രൊമോഷൻ കിട്ടി. കൊല്ലം കോരുവഴി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു വർഷം അവിടെ ഇരുന്നു. അവിടെ നിന്ന് വീണ്ടും വാഴക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ 3 വർഷം ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്തു. അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഇവിടെ നിങ്ങളെല്ലാവരുടെയും അപ്പം കുറച്ചൊക്കെ പരിചയമുണ്ടെന്നുള്ളൂ. ചിലരൊക്കെ അറിയാമായിരുന്നു, സമ്മതിൻ്റെയൊക്കെ അറിയാമായിരുന്നു. സമ്മതം അയൽവാസികളായിട്ടുള്ളവരെയൊക്കെ അറിയാം. 93 ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നു. എൻ്റെ ക്ലാസ് അതായിരുന്നു. ആ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു.
വേദിയിലിരിക്കുന്ന ടീച്ചർമാർ, നമ്മുടെ ഇന്നത്തെ ഓർമ്മച്ചെപ്പ് 93 ബാച്ചിൻ്റെ ഈ സ്നേഹസംഗമം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീ ആന്റണി സാറിന് ആദ്യമായി നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് എത്തിച്ചേർന്ന രാമകൃഷ്ണ സാറിന് നമ്മുടെ ഈ ഓർമ്മച്ചെപ്പ് 93 ബാച്ചിൻ്റെ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായിട്ട് എത്തിച്ചേർന്ന ശ്രീമതി ആനി ടീച്ചർക്ക്, എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു സാറ്, ടീച്ചറിനും നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഓർമ്മച്ചെപ്പ് 93 ബാച്ചിൻ്റെ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കണം. കമന്റ് സെക്ഷനിൽ അവസാനിക്കുകയാണ്. ഇതിന് നമ്മുടെ കൂട്ടായ്മയുടെ, നമ്മുടെ നാട്ടുകൂടിയില്ലാത്ത, നമ്മുടെ വിദേശത്തുള്ള എല്ലുപടി സുഹൃത്തുക്കളും ഇന്നിവിടെ പങ്കെടുക്കാൻ പറ്റാത്ത പല ആളുകളും കൃത്യമായ ആശംസകൾ നേർന്നിട്ടുണ്ട്. പല അധ്യാപകരും, പ്രത്യേകിച്ച് കനക സാറ്, പ്രസന്ന ടീച്ചർ, പിന്നെ ബാലു ടീച്ചർ, അമ്മ ടീച്ചർ, മറിയം ടീച്ചർ അടക്കമുള്ള ആളുകൾ ആശംസകൾ നേർന്നിട്ടുണ്ട്. അവരുടെ സന്ദേശം നിങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി വിദേശത്തായിരുന്നിട്ട് പോലും അശ്ലീലം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുമേഷ്, പിന്നെ ബിനു, അർഷദ് അടക്കമുള്ള ഒരുപടി ആളുകൾ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന അനാമിക ബ്യൂട്ടി പാർലർ നമ്മുടെ സഹോദര സ്ഥാപനമാണ്. അവർക്കും എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ആരെങ്കിലും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് Thank you.
ഇത് നമുക്ക് ഓർമ്മയിലോട്ടെ. In
കൊതിച്ചു പായും മാറാ പട്ടുകുപ്പായക്കാരാ